ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോന് വേറൊരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇന്ന് +2 റിസൾട്ട് വരികയാണ്. അപ്പോൾ കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 12th കഴിഞ്ഞിട്ട് ഇപ്പം നീച്ചിനെ ക്ലാസ്സിന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ സൈലത്തിൽ തീരാ ബാച്ചിലാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ ക്ലാസ്സസ് ആയിരുന്നു. അപ്പം രാവിലെ ഒരു സെക്ഷൻ എന്നൊക്കെ വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ദിവസം 2 സബ്ജക്റ്റ് എന്നുള്ള രീതിക്കായി. അപ്പോൾ ക്ലാസ് ഷെഡ്യൂൾ ടൈമിംഗ് വരുന്നത് ഒന്ന് രാവിലെ 10 മണിക്കും പിന്നെ ഒന്ന് 2 മണിക്കായിരിക്കും. ഏകദേശം 1:30-1:45 ടൈമിങ്. അതായത് ഏകദേശം 2 മണിക്കൂർക്ക് അടുത്ത ക്ലാസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് ഇപ്പം കുറച്ച് നേരത്തെ എണീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് എണീക്കുമ്പോൾ ഒരു ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നപ്പോൾ തന്നെ അതവിടെ മഴ പെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാവിലത്തെ ഫസ്റ്റ് സെക്ഷൻ ക്ലാസ്സിന് വേണ്ടി ഇരുന്നുണ്ടായിരുന്നു. അപ്പം ഫിസിക്സായിരുന്നു ക്ലാസ് വന്നിട്ട്. അപ്പം മാത്സിൽ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് വേണ്ട കുറച്ച് ട്രിഗ്നോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ നീറ്റ് എന്ന് പറഞ്ഞാലും നമുക്ക് മാത്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറച്ച് ബേസിക്സും ചെയ്യാനുള്ള സ്പീഡും ഒക്കെ അക്യുറസിയും എല്ലാം ഉണ്ടാക്കിയിരുത്തിയാലും നമുക്ക് നീറ്റിൽ ഫിസിക്സിൻ്റെ വരുന്ന ന്യൂമറിക്കൽസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസും പിന്നെ കുറച്ച് അതിൽ കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് കൺവേർഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫണ്ടമെൻ്റൽ ക്ലാസ്സസ് ആയതുകൊണ്ട് ഞാൻ A4 ഷീറ്റിലായിരുന്നു എൻ്റെ നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്ര ദിവസത്തെ നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. അങ്ങനെ ഇതേപോലെ അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇതേപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല വൃത്തിക്ക് തന്നെ എഴുതി വെച്ചിട്ട് ഇതേപോലെ ഒരു ബുക്കിലാക്കി എടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3:20 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്നിട്ടില്ല. 3:30 കാണിക്കുന്നത്. ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല. ഞാൻ 3 മണിക്ക് മീൻസ് ആ സമയത്ത് ഫുഡൊക്കെ അവിടെ ഇരിക്കുന്നു. പക്ഷേ എനിക്കിനി കഴിക്കാനുള്ള മൂടില്ല. ഇനിയിപ്പം റിസൾട്ട് എന്താണെന്ന് അറിയാതെ ഇനിയിപ്പോൾ ടെൻഷൻ എനിക്ക് സംഭവിച്ചാൽ ടെൻഷനാകുമ്പം ഫുഡ് കഴിക്കാൻ പറ്റില്ല, മീൻസ് വെള്ളം കുടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുമാതിരി സംഭവങ്ങളാണ്. അപ്പം ഇനി ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാം. ഇതാണ് അവസ്ഥ. മീൻസ് ഇപ്പം തന്നെ കിട്ടൂല, ഇപ്പം വന്നിരിക്കുന്നു. അങ്ങനെ കുറേ നേരം പിടിച്ചിരുന്നപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇതിൽ പഠിച്ച് സബ്മിറ്റ് ചെയ്തപ്പോൾ വരും റിസൾട്ട്. അതിൻ്റെ മുന്നേറ്റം ഒന്നും കൂടെ പറയട്ടെ, A+. എനിക്ക് A+ മാത്രം മതി. മാർക്കൊന്നും ഞാൻ ബോധറേ ചെയ്യുന്നില്ല. എന്തായാലും നല്ല റിസൾട്ട് കിട്ടട്ടെ, അത്രയ്ക്ക് പറയാനുള്ളൂ. സോ ഇതൊക്കെ അടിച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഒരു മറ്റേ ഹാർട്ട് ബീറ്റ് അളക്കുന്ന സംഭവം കൊണ്ടുവരണമെങ്കിൽ കിടന്ന് പൊട്ടിത്തെറിക്കുകയായിരിക്കും. കാരണം അത്രക്കും കയ്യും കാലൊക്കെ തണുത്ത് വരാൻ പേടിച്ചിട്ട് പേടിയില്ല. സബ്മിറ്റ് അടിക്കാം. വന്നു, റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇയറിൻ്റെയാണ്. എവിടെയാണ് നോക്കട്ടെ. എൻ്റെ മാർക്ക് ബയോളജി പോയോ? ഇല്ലില്ല, 56 കഴിഞ്ഞ മാർക്കിനുണ്ട്. ഇങ്ങോട്ട് തിരിച്ചാൽ +2 റിസൾട്ട് കണക്ക് വയ്യ. ഗ്രേഡ് വരെ കാണും. അയ്യോ, ഇത് ഞാൻ തന്നെ എഴുതിയ പേപ്പറാണ്, വിശ്വസിക്കാൻ വയ്യ. കെമിസ്ട്രിക്ക് 152, 2 മാർക്കും കൂടി പോയിരുന്നെങ്കിൽ എൻ്റെ കഥ കട്ടപ്പൊക്കെയായിരുന്നു. കൈ വറക്കാൻ നിൽക്കണില്ല. എന്തായാലും ഒരുപാട് സന്തോഷമായി. ഇംഗ്ലീഷാണ് 188, പിന്നെ നിറ സബ്ജക്റ്റ് മലയാളം 198, പിന്നെ ഫിസിക്സ് സന്തോഷമായി 197. അയ്യോ, സന്തോഷം എടുക്കാൻ വയ്യ. പിന്നെ അതാ കൈ വിറക്കാൻ നിൽക്കുന്നില്ല. പിന്നെ അതാ കെമിസ്ട്രി 182, ഞാൻ 190 ചെയ്തോ കിട്ടിയ. ബയോളജിയും മാത്തമാറ്റിക്സും 190ഉം 191. എന്തായാലും ഇത് മതി. അയ്യോ, ഇത് മതി. ഞാൻ കുറേ കാലമായിട്ട് കഷ്ടപ്പെട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടി. ദാറ്റ്സ് എനഫ്. ഒരുപാട് സന്തോഷമായി. ആൻഡ് ഫൈനലി എൻ്റെ ഡ്രീം റിസൾട്ട് അറ്റ്ലീസ്റ്റ് ഒരു A+ എങ്കിലും മേടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ എഴുതാലും എൻ്റെ ഡ്രീം സാക്ഷാത്കാരമായി. അങ്ങനെ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ മമ്മനോട് പറയുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായി കേക്കൊക്കെ കഴിച്ചിട്ട്. അപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ A+ കിട്ടുന്നൊന്നും അത്ര വലിയൊരു പ്രതീക്ഷയില്ല, എന്നാലും ജസ്റ്റ് ഇനിയിപ്പം ജയിച്ചാലും തോറ്റാലും ശരി എന്നുള്ള രീതിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഡ്രീം കേക്കായിരുന്നു.
അപ്പോൾ ഞാനിതിന് മുന്നേ റിസൾട്ട് നോക്കുന്നതിന് മുന്നേ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ലഞ്ച്. അതുകൊണ്ട് തന്നെ എല്ലാവരും വക നല്ല സ്നേഹ സമ്മാനം കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുണ്ട്. പപ്പക്കൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തായാലും നല്ല ഹാപ്പിയുണ്ട് റിസൾട്ടിൽ. അങ്ങനെ മധുര സന്തോഷമാണ് എല്ലാവരും. അനിയനും എല്ലാവരും എൻ്റെ വായ കുത്തിച്ചീരി വെക്കായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒന്നും ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് മധുരം കഴിച്ച് ഞാൻ മത്തായി പോയ അവസ്ഥയിലായിരുന്നു. ഏതായാലും നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അങ്ങനെ എല്ലാവരും വക എനിക്ക് തന്ന് എന്നെ സന്തോഷിപ്പിച്ച് അങ്ങനെ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ റിസൾട്ട് വന്നതിൽ നമുക്ക് എല്ലാവർക്കും അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിക്കോണമെന്നില്ല. അപ്പം നമ്മൾ ആരും അപ്സെറ്റായിട്ട് ഇരിക്കരുത്. കാരണം +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് റിസൾട്ട് അല്ല നമ്മുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ ഇനിയും നമുക്ക് മുന്നോട്ട് കുറേ സ്റ്റെപ്സ് വെക്കാനുണ്ട്. അപ്പം നമ്മൾ തളരാതെ മീൻസ് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കാൽ വെച്ച് നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങാം. അങ്ങനെ ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കേണ്ട ശരിക്കും ഇങ്ങനെ ലേറ്റായി പിന്നെ കഴിക്കാൻ തോന്നാറില്ല. പക്ഷേ ഈ കൊണ്ടാട്ടം മുളകും തൈരൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പ്രത്യേക ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരു ചോറ് കഴിക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ 6:30ക്കാണ്. അങ്ങനെ കുറച്ച് ചോറും ആ മുളകൊക്കെ ആയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അങ്ങനെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറുതായിട്ട് 6:45 അങ്ങനെ ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ ഇതിപ്പം എടുക്കാൻ പോവാൻ ഒരുങ്ങുന്നതെന്ന് വെച്ചാൽ അപ്പം ഏതായാലും ഫുൾ A+ കിട്ടേണ്ട നല്ല സന്തോഷമുണ്ടായിരുന്നു. അപ്പം പപ്പ ഏതായാലും പറഞ്ഞ് നിങ്ങളേതായാലും പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെക്കിങ്ങിൽ പോകാമെന്ന്. അപ്പോൾ ഒരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ചെക്കിങ്ങിൽ പോയാൽ കുട്ടികൾ കളിക്കാനായിട്ട് കുറേ സ്പേസസ് ഉണ്ടായിരിക്കില്ല. അപ്പം അതായത് ഫുഡ് മീൻസ് നമ്മൾ ടേബിളിലോട്ട് വരുന്ന ആ നേരം കൊണ്ട് ഇവർ രണ്ടുപേരും പോയിട്ട് സാറ ബേബിയും സമ ബേബിയും ആ ഒരു മീൻസ് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഓരോ റൈഡും കയറിയിട്ട് കളിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ഫുഡ് നമ്മുടെ ടേബിളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആസ് യൂഷ്വൽ ഒരു എന്താ പറയുക ഒരു വലിയ കോംബോ സെറ്റിനായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക കുടിക്കാൻ കോള സംഭവങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പുറത്ത് പോകാൻ നോക്കുമ്പം അപ്പോഴും വീണ്ടും സാറ ബേബിക്കും സമർ ബേബിക്കും അടുത്ത റൈഡൊക്കെ കളിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പിന്നെ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 9:30 സമയത്തായിരുന്നു നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 2 മണിക്ക് ഇന്നത്തെ ക്ലാസ് മിസ്സിങ് ആയിരുന്നു. ഞാൻ പെൻഡിങ് ആക്കി വെച്ചതായിരുന്നു. കാരണം ആ ഒരു സമയത്ത് എനിക്ക് ക്ലാസ് കേൾക്കാൻ തീരെ മൂടില്ലായിരുന്നു. കാരണം റിസൾട്ട് എന്താണെന്നുള്ള ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മൾ ഓരോ ദിവസം പെൻഡിങ് ആക്കാതെ അന്നന്ന് പഠിക്കണം നല്ല കാര്യം. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഏകദേശം ഒരു 10:00 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്നത്തെ സെക്കൻഡ് ക്ലാസ് വന്നിട്ട് 2 മണിക്കുള്ള ക്ലാസ് കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ ഞാൻ കേൾക്കുന്നത് രാത്രിയായിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന് മുന്നേ ഈ ഒരു പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ആ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ബേസിക്കായിരുന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സെക്ഷൻ മുന്നേ ലൈവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രീവിയസ് നോട്ട്സൊക്കെ ഫസ്റ്റ് വായിച്ചതിൻ്റെ ശേഷമായിരുന്നു ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നോട്ട്സൊക്കെ എഴുതി ഏകദേശം ഇന്നത്തെ കാര്യം നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ ഗൈസ് എന്നത് വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.